നമസ്കാരം. അപ്പോൾ എനിക്ക് ഒരു ബിഗ് ബോസിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ റന ഫാത്തിമ ആ കുട്ടി എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞൊരു ചേരിയിൽ വരെ ചിലപ്പോൾ ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവില്ല. എന്തെങ്കിലും എല്ലാത്തിനും തർക്കുത്തരവും ഒരു റെസ്പെക്റ്റില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ കാണിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്, ഞാൻ ചെയ്തു ഇതെൻ്റെ ഗെയിം. ഇതെന്താണിത്? ബിഗ് ബോസ് എവിടെ നിന്നാണ് ഇത്തരം ചാവറുകളൊക്കെ കൊണ്ടുവരുന്നത്? അടുക്കളയിൽ വന്നിട്ട് നേരം പ്രശ്നം. ഇവളെന്താ തിന്നാനും കുടിക്കാനും ഗതിയില്ലാത്ത ഏതോ കുടുംബത്തിൽ നിന്ന് വന്നാന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഏതോ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ച് വളർന്ന് അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്ന് ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ അവിടുത്തെ അവസ്ഥ എന്ന് ദൈവത്തിനറിയാം. ഈ നിലയാണെങ്കിൽ ഈ കുടുംബത്തിൽ ഇവരെല്ലാവരും കൂടി നിൽക്കണ ഇവിടെ ഇങ്ങനെ കാട്ടിക്കൂട്ടണമെങ്കിൽ ഇവളൊക്കെ എങ്ങനെ സഹിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും? നരുന്ത് പോലെ ഉള്ളത് ഒരു നരുന്ത് ജീവി, എന്നിട്ട് കാട്ടി കൂട്ടണം നോക്കി. ഇപ്പം ആ ആര്യൻ എന്ന് പറഞ്ഞ ചെക്കൻ അവൻ്റെ കിടക്കയിൽ ഇവള് പോയി കിടന്നത് ആവശ്യമില്ലാണ്ട് രാത്രി 11 മണിക്ക്. എന്നിട്ട് അവൻ വന്നിട്ട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് അവൻ അവിടെ എന്തോ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്തപ്പോൾ അവൾക്ക് അങ്ങോട്ട് പൊള്ളി. അത് മറ്റേ ഏഷണി, അതിൽ വേറൊരു ഏഷണി ഉണ്ട് ബിന്നി എന്ന് പറഞ്ഞിട്ട്, അവൾ ഡോക്ടറാണ്. അവളൊക്കെ എവിടെ നിന്നാണ് ഡോക്ടറായത്? സംശയമാണ് അതൊക്കെ. കാരണം ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആൾക്കാരെ മാനസികമായിട്ടൊക്കെ സന്തോഷിപ്പിച്ചാലേ ഈ അസുഖങ്ങൾ മാറില്ല. ഇതൊക്കെ കുത്തിത്തിരിപ്പിൻ്റെ നല്ല ഒരു വക്താവാണ് ഈ ബിന്നി എന്ന് പറയുന്ന ആ സ്ത്രീ. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ പെണ്ണുങ്ങൾ മൊത്തം ഫേക്ക് പോക്ക് കേസുകളാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവർ മൊത്തം ആണുങ്ങളെ പെണ്ണ് കേസിൽ പെടുത്തി എങ്ങനെയാലും അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട് ഇവരെ വിചാരം. നല്ല രീതിയിൽ കളിക്കാനുള്ള ത്രാണിയൊന്നും ഇവറ്റങ്ങൾക്കില്ല. എങ്ങനെയും അവിടെ തൊട്ടു ഇവിടെ തൊട്ടു മാന്തി ചൊറിഞ്ഞു. ഇവറ്റകളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി ജീവിക്കുക? മറ്റേ പെണ്ണ് പറഞ്ഞിട്ടില്ല 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവൾ ബസ്സിൽ ട്രാവൽ ചെയ്യുള്ളതെന്ന്. ഏത് ബസ്സിലാണ് നമ്മുടെ ലാലേട്ടൻ ചോദിച്ച മാതിരി കേരളത്തിൽ എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റുക? ട്രെയിനിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ, മടിയിൽ കയറിക്കല്ല പെണ്ണുങ്ങൾ വന്നിട്ട്. ഒരു കുഴപ്പമില്ല ഇവറ്റങ്ങൾക്കൊന്നും. അതുപോലെ നമ്മുടെ നാട്ടിലെ ബസ്സിലായാലും കേരളത്തിൽ ഇവർ സീറ്റ് കൊടുക്കുമോ ആണുങ്ങൾക്ക്? ഇല്ല. ഇവരവിടെ തന്നെ കുത്തിയിരിക്കും. അത് ആണുങ്ങളുടെ സീറ്റിൽ ജനറൽ സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കുത്തിയിരിക്കും. പെണ്ണുങ്ങൾ അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവരവിടെ വന്ന് കുത്തിയിരിക്കും. അവർ മാറി കൊടുക്കില്ലല്ലോ. ഒരു കുട്ടിയായിട്ട് ഒരു പെണ്ണ് വന്നവർ ഈ സ്ത്രീകൾ മാറി കൊടുക്കില്ലല്ലോ, പെൺകുട്ടികൾ മാറി കൊടുക്കില്ലല്ലോ. അപ്പം മൊത്തത്തിൽ നാട്ടിൽ പെണ്ണുങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. താന്ന് 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 നിലവാരം താന്ന് പോകണം. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നല്ലതുള്ളൂ. ഈ ബിഗ് ബോസിൽ ഈ വക ചവറുകളൊക്കെ എവിടെ നിന്ന് കിട്ടണുണ്ട്? ബിഗ് ബോസ് ഏഷ്യാനെറ്റിനെ സമ്മതിക്കണം. ഈ റന ഫാത്തിമേനെയും ടീമിനൊക്കെ എവിടെ നിന്ന് എടുത്ത് നിങ്ങൾ? നാണം കെട്ട വർഗം. കുട്ടികൾക്കൊക്കെ വോട്ട് ചെയ്യുന്ന ചില